വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായി കാണും. ഇന്ന് ഒരു കല്യാണത്തിന് പോയപ്പം ബിരിയാണിക്ക് ദമ്മിടുന്ന കണ്ടപ്പം എനിക്കെൻ്റെ ബ്രോ എടുത്തുകൊണ്ടുവന്ന വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ നേരത്തെ ഇതുപോലെ ദമ്മിടുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പാട്ടിട്ടാണ് ചെയ്തത്. അതൊരു വേറെ ടൈപ്പ് വീഡിയോ ആയിരുന്നു. അപ്പം ഈ ദമ്മിടുന്ന കണ്ടപ്പോൾ എന്നെ ഓർത്തു. അങ്ങനെ എനിക്ക് കിട്ടിയ വീഡിയോ ആണ്. ഞാൻ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. കല്യാണ വീട്ടിലെ കലവറയിൽ തന്നെ പ്രത്യേക ഒരു മണമായിരിക്കും ആ ടൈമിൽ. അത് ബിരിയാണി ആയാലും സദ്യ ആയാലും മണത്തിനൊരു കുറവും കാണില്ല. ഇതിൽ പ്രത്യേകിച്ച് പൊതുമയൊന്നുമില്ല കേട്ടോ, എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ. എനിക്ക് പക്ഷേ ദമ്മിടുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ വീഡിയോ എടുക്കാനും വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എടുത്ത് കൈ കിട്ടിയൊരു വീഡിയോ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാ ഐറ്റംസും ഒന്നിച്ചു കൂട്ടി ഒരു ബേസിനിലാണ് ഇട്ട് വെച്ചിരുന്നത്. അതിന് ശേഷമാണ് ഇടയ്ക്കിടയ്ക്ക് ചോറ് ഇങ്ങനെ തട്ടിക്കൊടുത്ത് പിന്നെ ഈ ബേസിനുള്ളതെല്ലാം കൂടി ഇടയ്ക്കിടയ്ക്ക് ലെയർ ബൈ ലെയറായിട്ട് തട്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു, അതുപോലെ അടിപൊളി മണമായിരുന്നു. കണ്ടിട്ടുള്ളവർ ഇതൊന്ന് സ്കിപ്പ് ചെയ്ത് പോയേക്കും കേട്ടോ. ഇതുപോലെ കുറേ പേരിങ്ങനെ കാണാത്ത ആൾക്കാരുണ്ടായിരിക്കും. അപ്പം ഞാൻ കാരണം ഒരാളെങ്കിലും കാണുന്നെങ്കിൽ കണ്ടോട്ടെ എന്ന് കരുതി ഇടുന്നതാണേ. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും സവാള വറുത്തതും നെയ്യും എല്ലാം കൂടി അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി മണമായപ്പോഴത്തേക്ക് പിന്നെ പൈനാപ്പിൾ എസൻസും കൂടി ഒഴിച്ചപ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ അടിപൊളി മണമായിരുന്നു കേട്ടോ അവിടെ. പിന്നെ അവസാനം മല്ലിയിലയൊക്കെ ഇട്ടു. പിന്നെ അവരതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ. അപ്പം സാധാരണ പെൺപിള്ളേർക്ക് അവിടെ വിട്ടൊന്നും അങ്ങനെ അധികം അങ്ങനെ കാണാറില്ല. പിന്നെ ഇതൊക്കെ കാണാൻ തന്നെ ഒരു ചന്താണല്ലോ. അപ്പോൾ എല്ലാ ബിരിയാണി ലവേഴ്സിനും ഞാനിത് സമർപ്പിക്കുകയാണ്. ബിരിയാണി ലവേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇപ്പോൾ റൈസ് മാത്രം സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞപ്പോൾ മുഴുവനായിട്ട് ഞാനങ്ങ് ബിരിയാണി എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ റൈസ് സെറ്റ് ചെയ്യുന്നതായിരുന്നു ഇത് കാണിച്ചിരുന്നത്. അപ്പം ബിരിയാണിയുടെ ചിക്കനും അതും ഇതുമൊക്കെ വേറെ സെപ്പറേറ്റ് ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ ഇതാണല്ലോ കാണാൻ നല്ല ഭംഗിയുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. പ്രോസസ്സൊക്കെ ചെയ്യുന്നത് അത് ചിലപ്പോൾ അവർക്കും ബുദ്ധിമുട്ട് കാണും അങ്ങനെ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളത് എടുക്കാഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.